ഒരേ ഒരു യൂത്ത് ഫ്രണ്ട് ജന്മദിനാഘോഷമാണെങ്കിൽ പല വിധത്തിൽ. യൂത്ത് ഫ്രണ്ടിന്റെ ജന്മദിനം കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജോസഫും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കും തകർത്താഘോഷിച്ചപ്പോൾ പക്ഷേ യുവജനങ്ങളൊന്നും അധികം വേദിയിലുണ്ടായില്ല. ശരിക്കും യൂത്ത് ഫ്രണ്ടിന് എത്ര വയസ്സായി? കേരള കോൺഗ്രസ് എം പറയും 54-ാം ജന്മദിനാഘോഷം. ലോക്സഭയിലെ വിജയത്തിളക്കം, ഓട്ടോറിക്ഷ ഓടിയ സ്പീഡ്, അതൊക്കെ കൊണ്ടാകാം കേരള കോൺഗ്രസ് ജോസഫിന് പക്ഷേ 55-ാം ജന്മദിനമാണ്. എന്തായാലും ഇരു കൂട്ടരും കേക്ക് മുറിച്ച് സമുചിതമായി ആഘോഷിച്ചു. യൂത്ത് ഫ്രണ്ടിന്റെ ജന്മദിനാഘോഷമാണ്. പക്ഷേ വേദിയിലും സദസ്സിലുമൊക്കെ ഉണ്ടായിരുന്നവരിൽ കൂടുതലും തലമുതിർന്നവരാണ്. അതെന്താ? തലമുതിർന്നവർക്ക് യുവജന വിഭാഗത്തിൽ നിന്നുകൂടി എന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസുകാർ പറയും ഇതൊക്കെയാണ് ഞങ്ങളുടെ യൂത്ത് ഫ്രണ്ട് എന്ന്. പോരാത്തതിന് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ കാര്യം കൂടി പറയും. അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. നമ്മുടെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ, ഇവിടെ സംസ്ഥാന സമ്മേളനം വരെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വെച്ചിരുന്നു. ഇപ്പോഴും അത് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും മറ്റ് ഇതുപോലുള്ള സിമിലറായ പാർട്ടികൾക്ക് യുവാക്കൾ ഇല്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല. ഒരു കേരള കോൺഗ്രസേ ഉള്ളൂ. അതിന് യുവജന വിഭാഗത്തിൽ വിദേശത്തേക്ക് പോകുന്ന ഒരു കുറവ് എല്ലാ പാർട്ടികളിലും കാണും. അതൊഴിച്ച് ബാക്കി രംഗങ്ങളിലെല്ലാം പുതുതായിട്ട് ആൾ വരുന്നുണ്ട്. ഇരു കൂട്ടർക്കും ആഘോഷിക്കാൻ കാര്യമായ കാരണങ്ങൾ ഉണ്ടല്ലോ. കേരള കോൺഗ്രസ് ജോസഫിന് ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ചു കയറിയ സന്തോഷം. കേരള കോൺഗ്രസ് എമ്മിനാകട്ടെ ജോസ് കെ മാണിക്ക് രാജ്യസഭാ എം പി സ്ഥാനം കിട്ടിയ സന്തോഷം. അടുത്തിടെ NDAയുടെ ഭാഗമായ സജി മഞ്ഞക്കടമ്പിലിന്റെ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസും യൂത്ത് ഫ്രണ്ട് ജന്മദിനം ആഘോഷിച്ചു. റിപ്പോർട്ടർ, കോട്ടയം.